കാസർഗോഡ് ബേഡകത്ത് ജേഡസയുടെ ആത്മഹത്യാ ശ്രമത്തിൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് CPM. വോട്ടെടുപ്പ് ദിവസത്തെ തർക്കവുമായി ബന്ധപ്പെട്ട് കേസിലെ പാർട്ടി സമ്മർദ്ദമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നാണ് ആരോപണം. രാജപുര സ്വദേശി വിജയനാണ് കഴിഞ്ഞ ദിവസം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിനിടെ പ്രദേശത്ത് ഡിവൈഎഫ്ഐ മാർച്ചിലെ കൊലവിളി മുദ്രാവാക്യത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടത്തിയ മാർച്ചിലായിരുന്നു കൊലവിളി മുദ്രാവാക്യം. ബേഡകം ഗ്രേഡ് SI വിജയനെയാണ് കഴിഞ്ഞ ദിവസം ക്വാർട്ടേഴ്സിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുതരാവസ്ഥയിൽ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇദ്ദേഹം. കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്നാണ് വിജയൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപണം. തെരഞ്ഞെടുപ്പ് ദിവസം നടന്ന വാക്തർക്കത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM ഉനൈസിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. കേസ് അന്വേഷിക്കാൻ വിജയനെയാണ് ചുമതലപ്പെടുത്തിയത്. CPM പാർട്ടി തലത്തിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ തലത്തിലും കേസിൽ ഇടപെടലുണ്ടായതോടെ വിജയൻ സമ്മർദ്ദത്തിലാവുകയായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ മംഗലാപുരം ഇന്ത്യാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതേ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം DYFI ബേഡകത്ത് നടത്തിയ പ്രതിഷേധത്തിനിടയിൽ വലിയ തോതിൽ കൊലവിളി മുദ്രാവാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഉനൈസിനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്നുള്ള രീതിയിൽ വലിയ മുദ്രാവാക്യങ്ങളും ഭീഷണിയുമാണ് DYFI അവിടെ മുഴക്കിയിട്ടുള്ളത്. ആ കൊലവിളിയുമായി ബന്ധപ്പെട്ട് പോലും കേസെടുക്കാൻ പോലീസ് അധികാരികൾ തയ്യാറായിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യാജ കേസാണ് കെട്ടിച്ചമച്ചതെന്ന് പോലീസിന് കൃത്യമായി അറിയാം എന്നതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർ മടിച്ചതും. എന്നാൽ CPMന്റെ ഉന്നത നേതൃത്വത്തിന്റെയും പോലീസിന്റെ ഉന്നത അധികാരികളുടെയും നിരന്തര സമ്മർദ്ദമുണ്ടായപ്പോഴാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യയിലേക്ക് ശ്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുള്ളത്. അതിനിടെ ബേഡകത്ത് സംഘർഷാവസ്ഥ ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം DYFI ബേഡകം ഏരിയ കമ്മിറ്റി കാഞ്ഞിരുത്തുങ്കാലിൽ സംഘടിപ്പിച്ച മാർച്ചിൽ ഉനൈസിനെതിരെ കൊലവിളി മുദ്രാവാക്യം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വീട്ടിൽ കയറി കുത്തിക്കീറുമെന്നാണ് ഭീഷണി. ബേഡടുക്ക പഞ്ചായത്ത് പ്രസിഡന്റിനെ ബൂത്തിന് പുറത്തുവെച്ച് അപമാനിച്ചെന്നാണ് ഉനൈസിനെതിരെയുള്ള പരാതി. കേസെടുത്തതിനെതിരെ UDF നേതൃത്വത്തിൽ ബുധനാഴ്ച ബേഡകത്ത് പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ബേഡകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഘർഷാവസ്ഥ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് 18 കാസർഗോഡ്.